ബാംഗ്ലൂരിലെ വസതിയിൽ എന്തിനു പോയി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും കടകംപള്ളി ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ശൃംഖലയിലെ പ്രധാനപ്പെട്ട കണ്ണികൾ ഇപ്പോഴും തിരശീലയ്ക്ക് പിന്നിലിരുന്ന് ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞപ്പോൾ KP ശങ്കർദാസിന്റെ കയ്യിൽ വിലങ്ങ് വീഴുമെന്ന് നമ്മൾ 4 ദിവസം മുമ്പ് മകരജ്യോതി തെളിയുന്ന 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. VVIP ആയ ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ പറയുന്നു ഒരു ഉന്നതന്റെ അറസ്റ്റ്, ഒരു VVIPയുടെ അറസ്റ്റ് വരും ദിവസങ്ങളുണ്ടാകും. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുതിയ വെളിപ്പെടുത്തൽ കേരളം ചർച്ച ചെയ്യാൻ പോവുകയാണ്. താൻ നിരവധിയായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരിട്ട് ഉപഹാരങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. ആരെല്ലാമാണ് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വെളിപ്പെടുത്തൽ വലിയ വിവാദത്തിനാണ് കേരള രാഷ്ട്രീയത്തിൽ തിരികൊളുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിന്റെ പടുകുഴിയിൽ വീണ CPM മുഖം രക്ഷിക്കാൻ കൈകാലിട്ടടിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീണ്ടുമുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങൾ CPMനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കോടതിയുടെ നിർണായകമായ ഇടപെടലിൽ തന്നെയാണ് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് വിശ്വാസമുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ആരംഭിച്ച് ഏറ്റവും അവസാനം KP ശങ്കർദാസിലെത്തി നിൽക്കുന്ന അറസ്റ്റിന്റെ ഭാഗമായി കേരളത്തിലെ CPM നേതാക്കന്മാർ പലരും ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A പത്മകുമാർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടും അവരെ തള്ളിപ്പറയാൻ തയ്യാറാകാതെ അവരെ ചേർത്ത് നിർത്തുന്ന CPMന്റെ നാലാംകിട രാഷ്ട്രീയം കേരളീയ സമൂഹം വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അതിദയനീയ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും സ്വർണം കട്ട കള്ളന്മാരെ സംരക്ഷിച്ചു നിർത്താനാണ് CPM വെമ്പൽ കൊള്ളുന്നതെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അതിദയനീയമായിരിക്കും, അതിഭീകരമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഓരോ ദിവസവും വരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ CPMന്റെ നെഞ്ചിടിപ്പിന്റെ വേഗതയും വർദ്ധിപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടക്കാനിരിക്കുന്ന എന്തെല്ലാമാണ്, ആരൊക്കെയാണ് ഇനിയും അറസ്റ്റിലാകാൻ പോകുന്നത്, ഉന്നതരുടെ അറസ്റ്റ് ഉടനെന്ന കാര്യത്തിൽ തർക്കമില്ല. കൈവിലങ്ങ് വെച്ച് ഏതെല്ലാം ഉന്നതർ ജയിലിലേക്ക് പോകും, വീണ്ടും CPM പ്രതിരോധത്തിന്റെ പടകുഴിയിലേക്ക് പോകുമ്പോൾ എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്നറിയാതെ ഒഴുകുകയാണ് പാർട്ടി നേതാക്കന്മാർ. വിശദമായി പരിശോധിക്കാം. PS സൗഭദ്രികയാണ് കൂടെയുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇതുവരെയുണ്ടായ അറസ്റ്റ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു, CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. ആ വെളിപ്പെടുത്തലോടുകൂടി പാർട്ടി വീണ്ടും പ്രതിരോധത്തിലാവുകയല്ലേ? വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ആ VVIP അറസ്റ്റ് എന്നുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? നമുക്കറിയാം CPM ശബരിമല വിഷയത്തിൽ പ്രതിരോധത്തിലായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും CPMന് ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ പത്മകുമാറിനെ അന്നേ തള്ളി പറഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷെ CPM ഇത്രത്തോളം പ്രതിരോധത്തിൽ ഈ വിഷയത്തിൽ എത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പത്മകുമാറിനെ തള്ളിപ്പറയാനാകില്ല, പത്മകുമാറിന്റെ പാർട്ടി തള്ളിപ്പറയുകയുമില്ല. കാരണം തള്ളിപ്പറയണമായിരുന്നെങ്കിൽ ഇതിന് മുന്നേ ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞാൽ പാർട്ടി പ്രതിസന്ധിയിലാകുമെന്ന ബോധ്യം പാർട്ടിക്കുണ്ട്, പലരും കുടുങ്ങുമെന്ന ധാരണയുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ തള്ളിപ്പറയാത്തത്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി പല രാഷ്ട്രീയ നേതാക്കളെയും കണ്ടിരുന്നു, ഉപഹാരങ്ങൾ നൽകിയിരുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനിടയ്ക്ക് ഒരു നിർണായകമായ ഒരു കാര്യം പറയാനുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് താൻ കടകംപള്ളി സുരേന്ദ്രനുമായി വർഷങ്ങളുടെ ബന്ധമാണുള്ളത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ നിർണായക മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന പോറ്റി മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയതോടെ CPM നേതൃത്വം പൂർണ്ണമായും വെട്ടിലായിരിക്കുകയാണ്. 2017 മുതൽ തനിക്ക് കടകംപള്ളിയുമായി പരിചയമുണ്ടെന്നും അദ്ദേഹം തന്റെ വസതി സന്ദർശിച്ചിട്ടുണ്ടെന്നും പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. മന്ത്രി എന്ന നിലയിൽ പോറ്റിയുമായി ഔദ്യോഗിക ബന്ധം മാത്രമാണുള്ളതെന്ന കടകംപള്ളിയുടെ മുൻവാദങ്ങളെ തള്ളുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. 2017 പോറ്റിയുടെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ താൻ പോയിട്ടുണ്ടെന്നും അത് ശബരിമല ഭക്തൻ എന്ന നിലയുള്ള പരിചയത്തിന്റെ പുറത്താണെന്നുമാണ് കടകംപള്ളിയുടെ പുതിയ വിശദീകരണം വന്നിരിക്കുന്നത്. അന്വേഷണ സംഘം തന്നെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാ കാര്യങ്ങളും താൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നുമാണ് കടകംപള്ളി പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പക്ഷെ അവിടെ ഉത്തരം കടകംപള്ളി മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാത്ത ഒരു കാര്യമുണ്ട്. ബാംഗ്ലൂരിലെ വസതിയിൽ എന്തിനു പോയി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും കടകംപള്ളി ഉത്തരം പറഞ്ഞിട്ടില്ല. എന്താണ്, ശബരിമല ഭക്തൻ അല്ലെങ്കിൽ സ്വാമിയുടെ ഭക്തൻ ആയതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് പോയത്, പക്ഷെ സംഭാവന ഉപഹാരം ഒന്നും താൻ വാങ്ങിയിട്ടില്ല. അത് പറഞ്ഞിട്ടുണ്ട്. SITക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു മൊഴി കൊടുത്തതിനെ പറ്റി തനിക്ക് അറിയുകയില്ല. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന തലത്തിൽ മാത്രമാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുള്ളത്. ഒരു
വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും ഈ പറയുന്ന പോലെ 2017 വീട്ടിൽ പോയത് ഒരു ചടങ്ങിന് വേണ്ടി പോയി എന്നാണ് പറയുന്നത്. ഉപഹാരം ഒന്നും വാങ്ങിയിട്ടില്ല. മറിച്ച് ബാംഗ്ലൂർ വസതിയിൽ എന്തിനു പോയി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ആരോപണത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തിനു പോയി എന്നുള്ളതിന് കടകംപള്ളി സുരേന്ദ്രന് ഉത്തരമില്ല, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതിലൊരു ദുരൂഹതയുണ്ട്. വെറുതെ പോയതാകില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ പറയുന്നത് SITയോട് എല്ലാം താൻ പറഞ്ഞിട്ടുണ്ടെന്ന് കടകംപള്ളി പറയുമ്പോഴും SIT ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു മൊഴി നൽകിയതായി തനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് CPM നെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. കടകംപള്ളി സുരേന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട്. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിന്റെ പടുകുഴിയിൽ വീണ് കൈകാലിട്ടടിക്കുന്ന CPM നെ വീണ്ടും 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 വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് കേരളീയ പൊതുസമൂഹം CPM-നോട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഇപ്പോൾ പാർട്ടിക്ക് കൂടി വന്നിരിക്കുകയാണ്. കാരണം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലുള്ള MLA ആണ് നിലവിൽ കടകംപള്ളി സുരേന്ദ്രൻ. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ മാനസപുത്രനാണ്. തിരുവനന്തപുരത്ത് പാർട്ടിയെ നയിച്ച വ്യക്തിത്വമാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതുകൊണ്ട് CPM പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കള്ള അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണമോഷണം ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ, നമ്മൾ നേരത്തെ പ്രക്ഷേപണം ചെയ്ത വീഡിയോയിലെല്ലാം പറയുന്നത് പോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ കുംഭകോണമാണ്, ക്ഷേത്ര കുംഭകോണമാണ്. ആ ക്ഷേത്ര കുംഭകോണത്തിനകത്ത് ദേവസ്വം ബോർഡ് അറിയാതെ ശബരിമലയിലെ ഒരു ഇല പോലും, ഒരു പച്ച ഇല പോലും 18ാം പടി അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് ശബരിമലയെ കുറിച്ച് അറിയുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. അത്തരമൊരു ക്ഷേത്രത്തിൽ നിന്നാണ് ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുന്ന അവിടെ നിന്നും കൊണ്ടുപോകുന്നത്. അത് ഉരുക്കി വിറ്റ് അത് സ്വന്തം പോക്കറ്റിലേക്ക് പണം ആക്കുകയും അത് വീതിച്ച ഇടപാടുകാർക്ക് നൽകുകയും ചെയ്ത ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഒരു പത്മകുമാറോ ഒരു വാസുമൽ, ഇതൊരു വലിയ ശൃംഖലയാണ്. ആ ശൃംഖലയിലെ പ്രധാനപ്പെട്ട കണ്ണികൾ ഇപ്പോഴും തിരശീലയ്ക്ക് പിന്നിലിരുന്ന് ചിരിക്കുകയാണ്. ഇപ്പോൾ അറസ്റ്റിലായത് മുഴുവൻ പരൽമീനുകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വമ്പൻ സ്രാവുകൾ സമുദ്രത്തിന്റെ ആഴക്കടലിൽ ഇപ്പോഴും നീന്തിത്തുടിക്കുമ്പോൾ ആ വമ്പൻ സ്രാവുകളെ കുരുക്കാനുള്ള ചൂണ്ടയുമായി SIT വരുമോ, ദേശീയ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഉന്നതനായ ഒരു വ്യക്തിയുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ആ ഉന്നത വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ പറഞ്ഞതുപോലെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞപ്പോൾ KP ശങ്കർദാസിന്റെ കയ്യിൽ വിലങ്ങ് വീഴുമെന്ന് നമ്മൾ 4 ദിവസം മുമ്പ്, ആ മകരജ്യോതി തെളിയുന്ന 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. VVIP ആയ ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ പറയുന്നു ഒരു ഉന്നതന്റെ അറസ്റ്റ്, ഒരു VVIP-യുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. തൽക്കാലം നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ നിർവാഹമില്ല, അത് അന്വേഷണത്തെ ബാധിക്കും എന്ന കാര്യമുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു ഉന്നതന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ ED-ക്കും പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ CPM പ്രതിരോധത്തിന്റെ പടുകുഴിയിൽ വീണിരിക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി CPM ഏത് രൂപത്തിലായിരിക്കും മുഖം രക്ഷിക്കാൻ ശ്രമിക്കുക? ഇനി CPM-ന് മുഖം രക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ പൊതുജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ ഇനി CPM-നാകൂ. അല്ലാത്ത പക്ഷം പത്മകുമാറിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ PS പ്രശാന്തിനെയോ കടകംപള്ളി സുരേന്ദ്രനെയോ അറസ്റ്റ് ചെയ്താൽ പോലും അവരെയും തള്ളിപ്പറയാൻ പാർട്ടിക്കാകില്ല. അവരെല്ലാം ഒപ്പം നിർത്താനേ പാർട്ടിക്കാകൂ. ഈ പറയുന്ന പോലെ വീടാന്തരം CPM കയറി സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ എന്ത് വിശദീകരണം നൽകിയാലും അതിന് കേരള പൊതുസമൂഹത്തിന് ദഹിക്കുന്ന തരത്തിലായിരിക്കില്ല, അല്ലെങ്കിൽ അതിന് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. ഈ വിഷയത്തിൽ ഇനി CPM-ന് ഒന്നും ചെയ്യാനാകില്ല. കാര്യം CPM പൂർണ്ണമായി ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായി കഴിഞ്ഞു. ഇനി എന്തൊക്കെ ചെയ്താലും CPM-ന് എന്തൊക്കെ ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ CPM-ന് ഒരു തരത്തിലും ഈ പറയുന്ന പോലെ ആദ്യമായിരുന്നുവെങ്കിൽ ഈ കേസ് വന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ആയിരുന്നെങ്കിൽ രാജിവെച്ചെങ്കിലും മുഖം രക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യമാണ്. ഇപ്പൊ അതൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ വിഷയത്തിൽ ഇനി CPM-ന് പൊതുജനത്തിന്റെ മുന്നിൽ CPM-ന് വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും ഇനി CPM-ന് കഴിയും. ഇന്നലെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഇന്നലെ DYFI-യുടെ ഒരു നേതാവ്, അദ്ദേഹം സംസ്ഥാന നേതാവ് എന്നല്ല, നമ്മളെ സുഹൃത്തായ നേതാവ് പറഞ്ഞത്, ഒരു വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു തവണ മാത്രമേ ശിക്ഷിക്കൂ. അതായത് അതിന് ഉദാഹരണം പറഞ്ഞത് 2018 യുവതീ പ്രവേശനം ശബരിമലയിൽ നടത്തിയപ്പോൾ അതിന്റെ പേരിൽ CPM വലിയ പഴി ഏറ്റുവാങ്ങി. CPM തെരഞ്ഞെടുപ്പുകൾ അതിദയനീയമായി തോൽക്കുമെന്ന് കേരളത്തിലെ ജനങ്ങളൊക്കെ വിധിയെഴുതി. പക്ഷേ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ അതിന്റെ ശിക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു തവണ ഞങ്ങളെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ശിക്ഷിച്ചു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ശിക്ഷിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ എന്നാണ് ആ DYFI-യുടെ ആ സുഹൃത്ത് പറയുന്നത്. എന്തായാലും ജനങ്ങൾ ശിക്ഷിക്കുമോ അല്ലെങ്കിൽ ജനങ്ങൾ വേരോടെ പിഴുതെറിയുമെന്ന് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നാൽ നമുക്ക് വ്യക്തമാകും.